ട്രാവൽ പാർട്ടിയുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഇന്നൊരു ശിവമന്ദിരിൽ പോവാ. ഇനി നമുക്ക് അവിടെ പോകാൻ കാശ് കാണാം. അങ്കിത്ത് അഭിയും പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു ശിവന്റെ മന്ദിറിലോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന മന്ദിറിന്റെ പേര് കോപേശ്വർ എന്നാണ്. കോപേശ്വർ മന്ദിർ. അവിടെ ശിവന്റെയും പാർവതിയുടെയും സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗമാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് അഹമ്മദ് നഗറിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ദൂരമുള്ള വിലാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഒരു വില്ലേജ് പ്രദേശമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം നമ്മൾ അഹമ്മദ് നഗറിൽ നിന്ന് ഷിർഡി റൂട്ടിലോട്ടാണ് പോകുന്നത്. ഷിർഡി ആ മെയിൻ റൂട്ടിൽ നിന്ന് കുറച്ച് സൈഡ് ബൈ റൂട്ട് കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഒരു റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞിട്ട്. അപ്പം നമുക്കത് വില്ലേജിന് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വില്ലേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് മലപ്രദേശങ്ങളായിട്ടുള്ള ഏരിയയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പ് മാറി ചൂട് തുടങ്ങി. അതുകൊണ്ട് ഭയങ്കര വെയിൽ ചൂടുമുണ്ട്. പിന്നെ നമുക്കാണെങ്കിലും ചെടികളൊക്കെ ഒരുപാട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു റെയിൽവേ ക്രോസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ റെയിൽവേ ക്രോസിൽ അവിടെ പണി നടക്കുന്നതാണ്. നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഓടിപ്പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ റെയിൽവേ ക്രോസിൽ പാസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മളൊരു ഒരു ഗ്രാമപ്രദേശത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കാമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അധികം തിരക്കൊന്നുമില്ല. വണ്ടികളുടെ ആയാലും അധികം തിരക്കൊന്നുമില്ല. സൈഡിലെല്ലാം കൃഷികളും ഒക്കെ കണ്ട് നമുക്ക് പോവാം. നമുക്ക് തെങ്ങ് വളർന്നു നിൽക്കുന്നത് നമ്മൾ ഈ പടത്തിനകത്ത് ഇങ്ങനെ വരച്ചു വെക്കുന്നതിന്റെ കൂട്ടുള്ള തെങ്ങുകളൊക്കെ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മള് കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ അടുത്ത് എത്താറായി. നമുക്ക് വഴികൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് കുറേ ഉള്ളിലോട്ടാണ്. കുറച്ച് കുന്നും മലകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇന്നിപ്പം തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം 11 മണി ആയെന്ന് തോന്നുന്നു. ആ സമയമായിരുന്നു. അപ്പോഴത്തേക്ക് വരുന്നവരൊക്കെ രാവിലെ വന്നിട്ട് പോയി കാണുമായിരിക്കും. പിന്നെ ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ നമുക്ക് ചെന്നപ്പോഴത്തേക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല കാറ്റും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ചൂടധികം ഇല്ലായിരുന്നു. നല്ല കാറ്റും ഒക്കെ. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. ഇതാണ് അമ്പലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ കല്ല് വെട്ടി തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അമ്പലത്തിന്റെ അവിടെ ഒരു ചെറിയൊരു അരുവി പോലൊക്കെ ഉണ്ട്. അങ്കിത്തും അഭിയും കൂടെ ഇറങ്ങി വണ്ടിയിൽ നിന്ന്. നേരെയുള്ള വഴി വരാതെ ആ കല്ലിന്റെ പുറത്തൂടെ കയറി വരുവാണ് രണ്ടെല്ലാം അഭി മാത്രം. അങ്ങനെ നമ്മള് അമ്പലത്തിനകത്തോട്ട് കയറാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ അരുവി പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പാറ വെട്ടി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എന്താ മലയല്ലേ, കുന്നായിട്ടെല്ലാം കിടക്കുന്നത്. അപ്പൊ നമുക്ക് അമ്പലത്തിനകത്തോട്ട് കയറാം. ഇവിടെ പറഞ്ഞല്ലോ, ശിവനും പാർവതിയും സ്വയംഭൂ ശിവലിംഗമായിട്ട് ഇരിക്കുന്ന ക്ഷേത്രമാണ്. എന്താ ഓം ശ്രീ അധികത്തെ മണിയടിച്ചിട്ട് കയറി വരുന്നുണ്ട് അമ്പലത്തിലോട്ട്. ആദ്യം ഇവിടെ എന്തുവാണ് എന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ പെട്ടെന്ന് ആദ്യം കയറിപ്പോയി അവിടെ തൊഴുതു. അപ്പൊ ഞാനാണെങ്കിൽ നന്ദി ഭഗവാന്റെ അടുത്ത് ചെവിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്കിത്ത് ചോദിക്കും അമ്മ എന്തോ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരുന്നതാണ്. പിന്നെ നമ്മള് അകത്ത് കയറി തൊഴുതു. അങ്ങനെ അവിടുന്ന് മണിയൊക്കെ അടിച്ചിട്ട് നമ്മള് അകത്ത് കയറാൻ പോവുകയാണ്. അപ്പം ആദ്യം കാണുന്നത് ഈ 2 ശിവലിംഗങ്ങളാണ്. അവിടെ
അവിടെ ആ അമ്പലത്തിനകത്ത് നല്ല എക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് നല്ലോണം മുഴച്ച സൗണ്ടിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറിയൊക്കെ ഇട്ട് തൊഴുതിട്ട് എല്ലാവരും തൊഴുതിട്ട് ഇറങ്ങിയത്. പുറകിൽ ശിവൻ്റെതും മുന്നിൽ പാർവതിയാണ് ഇരിക്കുന്നത്. അങ്ങനെ രണ്ട് ലിംഗങ്ങളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് അഭിഷേകം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വെള്ളം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വീണ്ടും അഭിഷേകമൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ പ്രാർത്ഥനയും അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അതിനപ്പുറത്ത് തൊട്ടൊരു അതിനോട് ചേർന്ന് ചെറിയ ഹനുമാന്റെ മന്ദിരമുണ്ട്. അവിടെയും കയറി. പിന്നെ അതിന് തൊട്ട് മുന്നിലായിട്ട് വലിയൊരു മരം നിൽപ്പുണ്ട്. ആ മരത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് അവർ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന് രണ്ട് സൈഡിലായിട്ടും നന്ദി ഭഗവാന്റെ ഒരു മൂർത്തിയുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ദേവിയുടെ വാഹനമായ സിംഹം, അങ്ങനെ അതാന്ന് തോന്നുന്നു അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ ഹനുമാന്റെ മന്ദിറിൽ പോയി. അവിടെ നമ്മൾ പുറത്തു നിന്ന് തൊഴുതേയുള്ളൂ, അകത്തോട്ട് കയറിയില്ല. അകത്ത് കയറിയില്ല. ഹനുമാന്റെ വിഗ്രഹമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവലിംഗമുണ്ട് ചെറുതൊരെണ്ണം. പിന്നെ നമ്മൾ പുറത്തിറങ്ങി അമ്പലത്തിന്റെ മുകളിലോട്ടുള്ള ഗോപുരം, ഗോപുരം അങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്നത് ഭയങ്കര എക്കോ ഉണ്ട്. നമ്മൾ പറയുന്നത് നല്ല എക്കോ ആയിട്ട് നമുക്കത് കേൾക്കാൻ പറ്റും. എന്താ പുറകോട്ടെല്ലാം പാറയാണ്. പിന്നെ അവിടെ കുറച്ചു നേരം ഓടിക്കളിച്ച് അങ്കേത്തു അബിയും വെള്ളത്തിലൊക്കെ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കാറ്റും നല്ല ആ വെള്ളം വീഴുന്ന സൗണ്ടും അവിടുത്തെ ആ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു നല്ല മൈൻഡ് നല്ല ഒരു ഇതാവുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് നിറച്ച് രണ്ട് സൈഡിലും കൃഷികളായിരുന്നു. ഗോതമ്പും ബാജ്രയും കരിമ്പും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വില്ലേജിൽ കൂടെ പോകുന്ന ചെറിയ വഴികളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് സൈഡിലെല്ലാം നമുക്ക് കൃഷികളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ബാജ്രയും ഒക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ കരിമ്പിന്റെ കൃഷി ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. കൂടുതലും കരിമ്പിന്റെ കൃഷിയാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.